അപ്പാർട്ട്മെൻറ്റാണ് എടുത്തേക്കണം 2 ദിവസമൊക്കെ ആയിട്ട് 4000 രൂപ 4 പേർക്ക് 2 ദിവസമൊക്കെ ഇട്ടാ കാണാൻ. 4000 രൂപയ്ക്ക് പുറമെ ഒരു അഡീഷണൽ സർവീസ് കാശും കൂടെ ആയിട്ടാ. അപ്പോൾ ഓൺലൈൻ ത്രൂ എടുക്കുമ്പോൾ അവർ അതിനകത്ത് എഴുതിയാൽ പോലെ അഡീഷണൽ അവർ പറഞ്ഞു വാങ്ങുകയും ചെയ്യും. അപ്പോൾ എന്തായാലും അത് ലാഭം തന്നെയാണ്. 2 ദിവസത്തേക്ക് 4 പേർക്ക് ഇതൊരു ലക്ഷറി ഫീൽ ആണ് എനിക്ക് തോന്നിയത്. പിന്നെ അഡീഷണൽ ബെഡ് വേണമെങ്കിൽ അവർ തരുകയും ചെയ്യും. ഒരാൾ കൂടുതലുണ്ടെങ്കിലും വലിയ സീനില്ല കേട്ടോ. അപ്പോൾ 2 ബെഡ്റൂം വലിയ ഹാള് കിച്ചണൊക്കെ ആയിട്ടാണ് തന്നത്. എന്തായാലും അടിപൊളി സംഭവമായിരുന്നു. നമ്മുടെ മീറ്റിംഗ് നടക്കുന്ന യശ്വന്ത്പൂറാണ്. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തേക്കുള്ള ആക്സസിബിലിറ്റി വേണ്ടിയാണ് നമ്മൾ റൂം എടുത്തത്. എല്ലാം നല്ല വലിയ റൂമുകളായിരുന്നു കേട്ടോ. വേണമെങ്കിൽ കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യുകയും ചെയ്യാം. പിന്നെ നമ്മൾ മടിയന്മാരോണ്ട് ആ പരിപാടിക്കുന്നില്ല. നേരെ ബാൽക്കണിയിലേക്ക് നോക്കുമ്പോൾ കാഴ്ചയാണ് കഴിച്ചത്. അടിപൊളിയായിരുന്നു. കുറച്ച് നേരത്തെ റെസ്റ്റിന് ശേഷം നമ്മൾ നേരെ മാൾ ഓഫീസ് കാണാൻ പോയി. അപ്പം നമ്മുടെ ഡ്രൈവറാണെങ്കിൽ ബിബിൻ ടോമിയാണ്. അവൻ പ്രോ ആയതുകൊണ്ട് തന്നെ വൈശാഖ് പെരുമ്പാവൂർ നേർച്ചയാത്ത അമ്പലവിലെ പള്ളിയിലിട്ടാ. നമുക്ക് ചെറുതിലൊരു കാർ ഗെയിം കളിക്കുന്നൊരു ലാഘവത്തിലാണ് നമ്മൾ പൊളിയിട്ട് അവിടെ എത്തിയേട്ടാ. ഇവിടെ ചെല്ലുമ്പോഴാണ്ടാ നമ്മുടെ നാട്ടിലെ മാളൊന്നും ഒരു മാളയല്ല എന്ന് തോന്നുന്നത്. അജാതി കാഴ്ചകളാണ്. അത്രയും ലക്ഷറി സാധനങ്ങളും കടകളും കൊണ്ട് ഇവിടെ ഉള്ളത്. ഫോട്ടോ എടുക്കാനായിട്ടില്ലേ ഒരുപാട് സ്പോട്ടുകളുണ്ട് ഈ ഒരു മാളിലുള്ളത്. മാൾ ഓഫ് ഏഷ്യയിലാണ് ഫിനിക്സ് മാൾ ബാംഗ്ലൂർ. എന്താ മാള് വെറുതെ ഒരു റേഞ്ച് എന്ന് പറയാം. അത്രയും ഹെവി സാധനം ഉണ്ടാവും. ഒരുപാട് ഇങ്ങനെ പരന്നിറങ്ങണ്ട. ഇനി മാളിലുള്ള ഒരു ഐഫോണിന്റെ ഷോറൂമിൽ ഒന്ന് കയറിയാണ്ട. നമ്മുടെ ഓണാവുമ്പോ തുണിക്കടയിലെ ആളുടെ തിരക്കില്ലേ അതേപോലെയാണ് ഈ സാധനം നോക്കാനും വാങ്ങാനും വന്നിട്ട് ആൾക്കാരട്ടാ. ഐഫോണിന്റെ ക്ലാരിറ്റിയെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. വേറൊരു റേഞ്ച് തന്നെയായിരുന്നു. അപ്പം മറ്റൊരു അവസരത്തിൽ ഈ ഫോൺ വാങ്ങാന്നുള്ള പ്രത്യാശിച്ചിട്ടുണ്ട്. നമ്മളത് മറ്റൊരു സ്പോട്ടിലേക്ക് പോവാണ്ട.